തൃശൂർ കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് വീണ്ടും രാജി. ഡിസിസി ജനറൽ സെക്രട്ടറി രവി ജോസ് താണിക്കലാണ് രാജിവെച്ചത്. ഡിസിസി ജനറൽ സെക്രട്ടറി സ്ഥാനവും യുഡിഎഫ് തൃശൂർ നിയോജകമണ്ഡലം ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു. പാർട്ടി റിബൽ ഭീഷണികൾക്ക് വഴങ്ങുന്നുവെന്നും ഇത് ശരിയായ രീതിയല്ലെന്നും രവി ജോസ് താണിക്കൽ മീഡിയ വണിനോട് പറഞ്ഞു. തൃശൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി മണിക്കൂറുകൾക്ക് മുന്നെയാണ് രണ്ടാമതൊരു നേതാവ് കൂടി രാജിവെച്ചിരിക്കുന്നത്. ശ്രീ രവി ജോസ് താണിക്കൽ നമ്മോടൊപ്പം. ഡിസിസി ജനറൽ സെക്രട്ടറി സ്ഥാനവും അതുപോലെ തന്നെ തൃശൂർ നിയോജക മണ്ഡലത്തിന്റെ ചെയർമാൻ സ്ഥാനവുമാണ് താങ്കൾ രാജിവെച്ചിട്ടുള്ളത്. എന്താണ് പ്രേരണ? ഞാൻ തൃശൂർ നിയോജകമണ്ഡലം UDFന്റെ കൺവീനറാണ്. ഒപ്പം തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ രണ്ട് സ്ഥാനങ്ങളും ഞാൻ DC പ്രസിഡന്റിനും UDFന്റെ ജില്ലാ ചെയർമാനും നൽകിക്കൊണ്ട് രാജി സമർപ്പിച്ചു. KPC പ്രസിഡന്റും രാജി അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ സാഹചര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ സ്വന്തം ഡിവിഷനിൽ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി പാർട്ടിയിൽ പറഞ്ഞിരുന്നു. സാധാരണ രീതിയിൽ ഞങ്ങളുടെ പാർട്ടി രീതി അനുസരിച്ച് ഡിവിഷൻ തലത്തിൽ നോമിനേഷൻ വരണം. അതും വന്നിരുന്നു. പാർട്ടി പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സാഹചര്യത്തിൽ പാർട്ടി ആ പരിഗണനയിൽ നിന്ന് മാറ്റി മുൻപ് റിബലായിട്ട് മത്സരിച്ചിട്ടുള്ള ആ വ്യക്തി, അദ്ദേഹം റിബലായിട്ട് മത്സരിച്ച് പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ കൗൺസിലറായിരുന്നു. ആ ഭാര്യ മാറി വീണ്ടും ഭർത്താവ് മത്സരിക്കുന്നു, ഭർത്താവ് മാറി ഭാര്യ മത്സരിക്കുന്നു. ഇതാണ് സാഹചര്യം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പാർട്ടി നേതൃത്വം പറഞ്ഞത്, അദ്ദേഹം റിബലിൽ നിന്ന് കഴിഞ്ഞാൽ താങ്കളുടെ സാധ്യത ഭയങ്കര മങ്ങലേൽക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, റിബലുകൾക്ക് വഴങ്ങുന്ന രീതിയാണോ പാർട്ടി എടുക്കുന്നത്? ഏകദേശം അതേ സാഹചര്യമുണ്ട്. റിബലുകൾക്ക് പാർട്ടി വഴങ്ങി കൊടുത്തു. ഈ സീറ്റിൽ മാത്രമല്ല, പല സീറ്റുകളിലും ഇത്തരം റിബൽ ഭീഷണികളുടെ മുമ്പിൽ പാർട്ടി ആ റിബലുകളെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതിൽ പ്രതിഷേധിച്ചാണ്. എൻ്റെ മാത്രം ഇതല്ല, പല ഇന്നിപ്പോൾ രാജിവെച്ച വ്യക്തികളുടെയും കാര്യങ്ങളൊക്കെ അറിയാം. ഇത് പാർട്ടി ഒരു നീതിപൂർവമായിട്ടുള്ള സമീപനം എടുക്കാതെ ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടി ഇവിടെ ഈ കോർപ്പറേഷൻ തിരിച്ച് പിടിച്ചിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് അത്രയധികം സങ്കീർണതയിലേക്ക് പോകുന്നത് സാധ്യത എത്രത്തോളം ഉണ്ട്? ഇങ്ങനെയാണ് ഈ ലിസ്റ്റ് വെച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സാധ്യത മങ്ങലാവും. എന്തായാലും തന്റെ പ്രതിഷേധ നേതൃത്വം കാണും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ വൺ.